ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനും അമ്മയും കൂടെ അമ്മച്ചിയുണ്ട്, ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വരുന്ന പോവാണ്. അറിയാമല്ലോ, സർജറിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് ക്യാഷിൻ്റെ കാര്യമൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും അമ്മയും കൂടെ കൂടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഉണ്ടോ, അതെനിക്ക് ഒരു ചേച്ചി ഗിഫ്റ്റ് തന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ, റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്തേ. സ്റ്റേഷനിൽ വന്നു കേട്ടോ. ഇപ്പോൾ ട്രെയിന് ടിക്കറ്റ് എടുക്കണമെങ്കിൽ സമയം 11 മണിയാണ്. 11 മണിക്ക് മുന്നേ വന്നു, കാരണം മഴ പെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ മഴ ഇപ്പോൾ തോർന്നു വന്നുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് അല്ല, അത് 11, നമുക്ക് 11:10 ഇറങ്ങിയാൽ മതി. നമുക്ക് അപ്പുറത്ത് ഇറങ്ങിയായിരുന്നു. ഇതിങ്ങനെ വന്നായിരുന്നു, ഞാൻ പോയി അവിടെ പോയിരിക്കട്ടെ. അല്ല, അത് ഇതിവിടെ വെച്ചിട്ട് പോയി, ഞാൻ എടുത്തോണ്ട് വരണം. ഇത് കൊണ്ടോട്ടെ, അതിവിടെ വെച്ചിട്ട് പോയി, ഞാൻ കൊണ്ടുപോകാം. അല്ല, കൊണ്ടുപോകും. അല്ല, ഓർമ്മ ഇവിടെ വെച്ചിട്ട് പോ. പോട്ടൊരാൾ തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞ ബാഗ് ഞാൻ കൊണ്ടുവന്നപ്പോൾ കൊണ്ടേ പറ്റി. അവിടെ ഇരി. അമ്മച്ചി ഇവിടെ വന്ന് എടുക്കായി കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു കേട്ടോ. 2 എറണാകുളം എടുത്തേക്കാം. ചിലപ്പോൾ ഞങ്ങൾ തൃപ്പൂണിത്തറ ഇറങ്ങും, ചിലപ്പോൾ എറണാകുളം ഇറങ്ങും. അപ്പോൾ അത് മൈൻഡ് അനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്നത്. തൃപ്പൂണിത്തറ ഇറങ്ങി നമുക്ക് വേഗം തന്നെ രണ്ടിടത്തും ഒരുപോലെയൊക്കെ തന്നെ. അതെ, 2 എറണാകുളം എടുത്തപ്പോൾ 70 രൂപയുള്ളൂ. ഈ സ്ഥാനത്ത് നമ്മൾ ബസ്സിനാണ് പോകുന്നതെങ്കിൽ നമുക്ക് 2 പേർക്കും കൂടെ 500 രൂപ അല്ലേ അമ്മ? നമുക്ക് 2 പേർക്ക് 500 രൂപയല്ലേ ബസ്സിന് പോയാലേ. ഇങ്ങോട്ട് നീങ്ങേടാ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇന്ന് മെയിനായിട്ടും പോകുന്നതിൻ്റെ കാരണം നാളെ പോകാൻ വേണ്ടിയിട്ടായിരുന്നേ. നാളെ ലിതിമോളുടെ അടുത്ത് പോയിട്ട് നാളെ കഴിഞ്ഞ് നേരെ ഇടുക്കിക്ക് പോകാനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾ പോകാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളുടെ അമ്മയ്ക്ക് കുറച്ച് സീരിയസ് ആയിട്ട് പമ്പിങ് ഇഷ്യൂ ഒക്കെ ആയി തലറങ്ങി വീണ് സീരിയസ് ആയിട്ട് ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാം. അപ്പോൾ അവൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾക്കൊരു ഹെൽപ്പ് എന്ന രീതിയിൽ അവൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അവൾക്ക് കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ച് അവൾ എന്നെ രാവിലെ വിളിച്ച് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കാര്യം. പിന്നെ അവൾക്ക് അറിയാവുന്ന അവർ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവരുടെ വീടൊക്കെ. അപ്പോൾ ഒന്നും ഡ്രസ്സൊന്നും ഇല്ലാടി, പിന്നെ അമ്മയ്ക്ക് പിന്നെ ഞാൻ തന്നെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവൾ പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര എന്തോ ഒരു വിഷമവും ബുദ്ധിമുട്ടുമായി. എന്തൊക്കെ പറയാം, എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ അവളെ കണ്ടിട്ട് തന്നെ കുറേ വർഷങ്ങളായി. അങ്ങനെ ഈ ഇടെ തന്നെ അവളുടെ ഹസ്ബൻഡിന് ഒരു ആക്സിഡൻ്റ് ആയിട്ട് 3-4 മാസത്തോളം ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അവർ. അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും ഞാൻ എന്നാൽ പോയി എനിക്ക് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾക്ക് 2 ടോപ്പൊക്കെ മേടിച്ചുകൊണ്ട് പോകണം. അതിനാണ് മെയിനായിട്ട് ഞാനിന്ന് പോകുന്നത്, അവളുടെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അവളുടെ അമ്മയ്ക്കാണെങ്കിലും ടെൻഷൻ, ഫേസ് മേക്കർ വെക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പോയി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നിങ്ങളുടെ അടുത്ത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ, കാണിച്ചൊക്കെ തരാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ നേരെ വീട്ടിൽ പോകുന്നതിൻ്റെ കുഞ്ഞാവനെ കാണും, അതിനെ കാണാൻ ഭയങ്കര കൊതിയായിട്ടിരിക്കുമായിരുന്നു കേട്ടോ. ഇതെന്തോ അമ്മ ഒച്ചേച്ചിയുടെ കൊച്ച ഉറക്കേ വായും കൊണ്ട്. എന്തായാലും മഴ പെയ്തില്ല കേട്ടോ, ഞങ്ങളിപ്പോൾ കടന്നിട്ട് മഴ പെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു ഞാൻ വലിയ ബാഗ് പിടിക്കാൻ സമ്മതിക്കുകയല്ല, എനിക്ക് എൻ്റെ കയ്യിൽ തരത്തില്ല. അതങ്ങനെയാണ് അമ്മമാരെ ഭയങ്കര ഭാരം എടുക്കാൻ. ഇവിടെ ഇരിക്കണ്ട, അപ്പുറം പോയിരിക്കാം. അവിടെ ആകുമ്പോൾ ലേഡീസിൻ്റെ കയ്യിൽ കയറാമല്ലോ. ഉണ്ടോ പറഞ്ഞ് അവസാനം ഞാൻ ബാഗിലൊരു കുഴയിൽ ഞാൻ പിടിച്ചു, ഒരു കുഴയിൽ അമ്മയും പിടിച്ചേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. നല്ല ചൂടുണ്ടേ, ഞാനൊക്കെ വേർത്ത് കുളിച്ചിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പോയിട്ട് വിശദമായിട്ടെല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ. ഈ മഴയില്ലെങ്കിലും ഉണ്ടല്ലോ, വെയിലില്ലെങ്കിലും നല്ല ചൂടാണ്. പുകയുന്ന കണക്കൊരു ചൂട്. ഞങ്ങൾ ട്രെയിനിൽ കയറി കേട്ടോ. തൃപ്പൂണിത്തറ വന്നു, ഇറങ്ങി. എന്നിട്ട് നേരെ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് മെട്രോ കയറി വൈറ്റിലിറങ്ങി, വൈറ്റിലിൽ നിന്ന് അങ്ങനെ പോകാനാണ് മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ വന്ന്
ഇറങ്ങി തിരിച്ചിനി ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കട്ടോ. അങ്ങനെ നമ്മളത് പുറത്തേക്കുള്ള വഴി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ ഭയങ്കര ദാഹം. ഞങ്ങൾ ചായയല്ല, ഞാൻ 2 ജ്യൂസ് അറിയാം. പൈനാപ്പിൾ. അമ്മ എന്തൊക്കെയാണ് കഴിക്കുന്നത്? അതെ, ഇലയുടെയും ജ്യൂസ് കുടിക്കും. നല്ല ദാഹമുണ്ട്, നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ ഇരുന്നിട്ട്. നല്ല സുഖമുണ്ട്. അങ്ങനെ ഞങ്ങൾ അരൂർ വന്ന് ഇറങ്ങി. ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് പോവാൻ കേട്ടോ. അത് അയ്യോ നല്ല തലവേദന. വീട്ടിൽ ചെന്നിട്ട് പോകാനൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു ഞാൻ. അപ്പം നാളെ രാവിലെ വന്നു. നല്ല തലവേദന പോയി കിടക്കാം. എനിക്ക് വീട്ടിൽ യാത്ര ചെയ്ത വെയിലല്ലേ ഇതുപോലെ. അങ്ങനെ നമ്മൾ എത്താറായിരുന്നു കേട്ടോ. ഭയങ്കര ചൂടാണേ. അങ്ങനെ നടന്ന് വണ്ടി കയറി, ട്രെയിൻ കയറി, ബസ് കയറി, എല്ലാം കയറി, മെട്രോ ഒക്കെ കയറി നമ്മൾ ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വയ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവം നമുക്ക് അറിയാം. എന്ത് സംഭവം പോയി നടന്ന പോലും ഇത് അറിയാം. നോക്കടെ കിടക്കുന്നുണ്ടോ? പറഞ്ഞിട്ട് ഇപ്പം നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന് കയറിയതേ ഉള്ളൂ. നല്ല വെയിൽ, നല്ല ചൂട്, ഒട്ടുക ഉറങ്ങട്ടെ. അത് കാരണം ഉള്ളിലോട്ട് ഹലോ ടെസ്റ്റുകളെല്ലാം ചെയ്താൽ മതി. ഹലോ 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 ഹലോ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോവാണേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വേഗം പോകട്ടെ. ഭയങ്കര ചൂട്, വെയിലൊന്നുമില്ല, നല്ല മഴക്കുള്ള കോളുണ്ട്, എന്നാലും ചൂട് ഭയങ്കര കേട്ടോ. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാം. ബസ്സിൽ തിക്കി നിറച്ച് കൊണ്ടുപോകുന്ന കണ്ടിട്ട് തന്നെ പേടിയായിരുന്നു കേട്ടോ. അതുപോലെ ആൾക്കാരായിരുന്നു കേട്ടോ ആ ബസ്സിൻ്റെ അകത്ത്. പക്ഷെ ഞാൻ കയറിയ ബസ്സിൽ ഇഷ്ടംപോലെ സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കിരിക്കാനായിട്ട് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു സൈഡ് സീറ്റിൽ പോയിരുന്നു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് നേരം മരൂർ പാലത്തിൻ്റെ കാഴ്ചകൾ കാണാം. എന്ത് രസമാണല്ലേ ആ മേഘങ്ങളും വെള്ളമൊക്കെ കിടക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കോടെ ഇങ്ങനെ പാലും അതിലൂടെ വണ്ടികളും. ആഹാ, എന്താ രസമല്ലേ. അങ്ങനെ ഞാൻ പത്മ ബസ്സിന് കയറിയിട്ട് അവിടെ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ ഇറങ്ങിയിട്ടോ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കിട്ടിയ ബസ്സിൽ, തിരക്ക് കുറഞ്ഞ ബസ്സിൽ അങ്ങ് കയറിയതാണ്. ഇവിടെ ഈ ഫ്രണ്ടിൽ നിർത്തുന്ന ബസ്സുകളുണ്ട്. അത് ജെട്ടി മേനക ബസ്സുകളിലാണ് കേട്ടോ ഇത് ഇവിടെ ഫ്രണ്ടിൽ നിർത്തുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് ആ ഫ്രണ്ടിലൊക്കെ അത് പുതിയതായിട്ട് 3-4 മാസം കൊണ്ട് നെറ്റ് പോലത്തുള്ളൊരു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടുകിട്ടി. അവളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം വിഷമം തോന്നി കേട്ടോ. പാവം. അങ്ങനെ അവളുടെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അവൾക്ക് ഞങ്ങൾ ഫുഡൊക്കെ പോയി കഴിച്ചു. അങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോൾ, ഞാൻ അവിടെ ഇരുന്നപ്പോൾ അവൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. അങ്ങനെ ഞാൻ തിരിച്ചു പോകാൻ സമയം, കാരണം നല്ല മഴയുടെ ചാൻസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അവളോട് ബൈ ഒക്കെ പറഞ്ഞ് പയ്യെ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളും എൻ്റെ കൂടെ പോകുന്നു കേട്ടോ. അപ്പോൾ ആരാൻ പറഞ്ഞ് അവളെ ഞാൻ വിളിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ നല്ല മഴ ഉണ്ടായിരുന്നേ. പിന്നെ മഴ ഇച്ചിരി കുറഞ്ഞിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ അടിവാ നമുക്കൊരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ചായ കുടിക്കാനായിട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അങ്ങനെ എന്താ പറയുക, അവളുടെ അമ്മേനെയൊക്കെ പോയി കയറി കണ്ടു. ബാക്കിയെല്ലാം ഞാൻ വിശദമായിട്ട് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ.
അങ്ങനെ ചായ കുടിക്കും. ചായ അതേ കുറേ കുടിച്ചതാണല്ലോ ഇവിടെ നിന്ന് ലിതിമോൾ ആശുപത്രി കിടന്ന സമയത്തൊക്കെ. പിന്നെ ലിതിമോൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അട ഉണ്ടായിരുന്നു. അട ഞാൻ വാങ്ങി. നമ്മളിതേ ഇപ്പോൾ എത്തിയിട്ടുള്ളത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വൈറ്റില ഹബ്ബിലാണ്. ആ ഹബ്ബ് വരെയുള്ള വണ്ടിയിലാണ് വന്നത് കേട്ടോ. ഇനി ഇവിടെ നമ്മൾ അരൂർ ബസ്സിന് കയറണം. ഇനിയിപ്പോൾ നമ്മുടെ രാജക്കാട് പൂപ്പാറ രാജക്കാട് ബസ്സൊക്കെ കിടപ്പുണ്ടായിരുന്നു. കയറി അങ്ങ് പോയാലോന്നുണ്ട്. പിന്നെ ഒരാൾ വീട്ടിൽ മിസ്സിങ് ആണ് ഞാൻ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചീനെയും കൊണ്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ വൈറ്റിലയിൽ കുറേ നേരം നിന്ന് കേട്ടോ. ഞാൻ പിന്നെ തിരക്ക് കുറഞ്ഞ വണ്ടി വരട്ടെ എന്ന് വിചാരിച്ച് അങ്ങ് ഇരുന്നതുകൊണ്ട് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. കുഴപ്പമൊന്നുമില്ല. പിന്നെ KSRTCക്കൊക്കെ പോകുന്നെങ്കിൽ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ റേറ്റ് കൂടുതലായിരിക്കും. അങ്ങനെ ഞാൻ അരൂർ വന്നിറങ്ങിയപ്പോൾ ആദ്യം വിളിച്ചപ്പോൾ ആദ്യക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു ഫ്രൈഡ് റൈസ് വേണം. അങ്ങനെ ഞാൻ 2 ഫ്രൈഡ് റൈസൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ബാക്കി വിശേഷം വീട്ടിൽ ചെന്നിട്ട് പറയാവേ. വീട്ടിൽ തിരിച്ചെത്തി, ഫുഡൊക്കെ കഴിച്ചു. അതെ, ഇപ്പം നിങ്ങളുടെ അടുത്ത് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് ഓർത്ത് വന്നപ്പോഴാണ് ഇതേ 2 പേരും ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അത് ഹായ് കൊടുക്ക്. ഹായ്. കൊതുകായതുകൊണ്ടാണ് കേട്ടോ അതും ഇങ്ങനെ മൂടി വെച്ചേക്കുന്നത്. നല്ല കൊതുകാണ് ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഹോസ്പിറ്റലിൽ പോയത് നിങ്ങളൊരു പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ. ഞാൻ ലിതിമോളും കൂടെ കൂടിയിട്ട് ഒരു വീട്ടിൽ പോയി. ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന വീടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ നെയ്ബറിൻ്റെ വീട്ടിൽ പോയിട്ട് കാര്യമൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ കുറ്റി ഇട്ടിട്ട് വന്നതാണ്. അപ്പം ആ വീട്ടിലെ അമ്മയ്ക്കാണ് വയ്യാത്തത്. അവർക്ക് ഒറ്റ മോളേ ഉള്ളൂ, ലിൻഡാന്ന് വരെ. അവളും ഞാനും ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. കുഞ്ഞിലെ മുതലേ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്ന് നടന്നാണ്. പിന്നെ അങ്ങ് വലുതായി അവൾ കല്യാണം കഴിച്ച് പോയപ്പോൾ അത്ര ആ ഒരു ടച്ച് ഇല്ലെങ്കിലും ആ സ്നേഹവും അതൊക്കെ അപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ വിളിച്ച് ഞാൻ എറണാകുളത്താണെന്ന് ഓർത്താണ് വിളിച്ചത്. അപ്പോൾ ഞാൻ കൊല്ലത്തായിരുന്നല്ലോ. വിളിച്ചു, അവൾ വരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടവും സന്തോഷമൊക്കെ തോന്നി. അവളെ നേരത്തെ തന്നെ ഓർത്തല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഇന്നലെ തന്നെ പോകാൻ പറ്റിയില്ല. കാരണം ലേറ്റ് ആയിട്ടാണ് വന്നത്. പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ ആയതുകൊണ്ട് ഇന്നലെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാൻ പോയി അവൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പോൾ അവളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം ഞാൻ അന്ന് കണ്ട വ്യക്തിയെ അല്ല, ആകെ ക്ഷീണിച്ച് കുഞ്ഞായിട്ടിരിക്കുകയായിരുന്നു. ഞാനും അവളും കൂടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര സൈസ് ഒരു മനുഷ്യനെ പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ അത്രയധികം എനിക്കൊരു വിഷമം തോന്നി അവളെ കണ്ടപ്പം. പിന്നെ അവൾ ഈ 2-3 മാസം മുന്നേ അവളുടെ ഹസ്ബൻഡിന് ഇങ്ങനെ ഇതുപോലെ ആക്സിഡൻ്റ് ഒക്കെ ആയിട്ട് സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവിടെ ഹോസ്പിറ്റലിലൊക്കെ നിന്ന് ഒക്കെ അവൾ ആകെ ക്ഷീണിച്ചു. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അതൊന്ന് ഓക്കെ ആയി വന്നപ്പോൾ അവളുടെ അമ്മയ്ക്കും വയ്യാണ്ടായി. അമ്മയ്ക്ക് ഫേസ് മേക്കർ വെക്കണം, പൾസൊക്കെ ലോ ആയിട്ട് വരികയാണ്, പെട്ടെന്ന് തലറങ്ങി വീഴും. അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ആശുപത്രി കൊണ്ടുവന്നത്. ചൊവ്വാഴ്ച ഫേസ് മേക്കർ വെക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവളെ കണ്ടു, സന്തോഷമായി. പിന്നെ അവളുടെ അമ്മേനെയും കണ്ടത് എന്നെ ഒരുപാട് അമ്മയ്ക്ക് സന്തോഷമായി. ആ ചേച്ചിയാണെങ്കിൽ പോലും അവളുടെ അമ്മയാണെങ്കിൽ പോലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ നമ്മുടെ അടുത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പറയണമെന്ന് വിചാരിച്ചത്, നമ്മളെല്ലാം വിചാരിക്കും നമുക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ നമ്മുടെ ചുറ്റുമുള്ളവർക്കും നമ്മളെക്കാ പ്രശ്നങ്ങളുള്ള ആൾക്കാരണം. അവൾ ഒറ്റ മോൾ. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, കൂടപ്പുറപ്പില്ലെങ്കിൽ ഉള്ള ബുദ്ധിമുട്ട് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുക. കാരണം ഒന്ന് മാറി നിൽക്കാനായിട്ട് ഒരാളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്. രണ്ടുപേരെന്തൊക്കെയോ ഇവിടെ നിന്ന് പറയുന്നുണ്ട് അല്ലേ? ഞാൻ കറക്റ്റ് പറഞ്ഞു. കൂടപ്പിറപ്പില്ല എന്ന് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സങ്കടമായി. അവൾ ഒരു വിഷമിച്ചാണ് പറഞ്ഞത്. കാരണം ഒരു കൂടപ്പിറപ്പുണ്ടെങ്കിൽ ഇപ്പോൾ ആശുപത്രി കേസാണെങ്കിൽ പോലും എന്താണെങ്കിലും ഒന്ന് മാറിയും തിരിഞ്ഞൊക്കെ നിൽക്കാനായിട്ട് അവർക്ക് പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ പോകുന്നപ്പോഴും സങ്കടമായി. അപ്പോൾ എന്തായാലും വേഗം തന്നെ ചേച്ചിക്ക് ഭേദമാവട്ടെ, ഓക്കെ ആയിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഏലിക്കുട്ടിയമ്മയുടെ കാര്യം പറയാൻ, ഏലിക്കുട്ടിയമ്മയ്ക്ക് ഇന്നലെയൊക്കെ ഭയങ്കര പെയിനായിരുന്നു തൊണ്ടയ്ക്ക് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ അടിച്ചു പോയേ. അപ്പോൾ എത്രയും വേഗം എന്തായാലും ഞങ്ങൾക്ക് ഇടുക്കി പോയി ക്യാഷിൻ്റെ കാര്യമൊക്കെ ശരിയാക്കിയിട്ട് വേഗം നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. നമ്മളെന്തായാലും ട്രിവാൻഡ്രം പോകുന്നുണ്ട്. ഞാനത് പറഞ്ഞല്ലോ, ട്രിവാൻഡ്രത്ത് കാണിക്കാനാണ്. നമുക്ക് ഇവിടെ ആണെങ്കിലും ജനറൽ ഹോസ്പിറ്റൽ കാണിച്ചാലും പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ചേട്ടായിക്കാണെങ്കിലും ലിജിമോളെ വിട്ടിട്ട് അവിടെ നിന്ന് വരാൻ പറ്റത്തില്ല. പിന്നെ ലിജിമോളും ഇങ്ങനെ ഇരിക്കുന്നു. ഇവിടെ ചേട്ടായിക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അറിയാമല്ലോ, ഓരോ ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ ഒരാൾ തന്നെ ഓടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട്. കാരണം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ട്രിവാൻഡ്രത്താകുമ്പം പിന്നെ നമുക്ക് കുഴപ്പമില്ല, ഇത്രയും ദൂരം ഇല്ലല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഹോളി ക്രോസിൽ ക്യാഷിൻ്റെ കാര്യം ചെയ്യാൻ ഹോളി ക്രോസിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുഴപ്പമില്ല, നമ്മൾ എങ്ങനെയൊക്കെ ഒപ്പിക്കും പൈസ.
അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷേ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കത്തെ ഈ ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കത് എന്തായാലും എടുക്കേണ്ടി വന്നു. എല്ലാം ശരിയാകും എന്ന് നല്ല ആത്മവിശ്വാസത്തോടെ ഇരിക്കുകയാണ് ഞങ്ങൾ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.